ഈ വർഷത്തെ ഓണച്ചന്ത ഓഗസ്റ്റ് 25 മുതൽ തുടങ്ങുമെന്ന് മന്ത്രി GR അനിൽ. 6 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് സർക്കാർ ഓണക്കിറ്റ് നൽകും. ഓഗസ്റ്റ് 18-ന് ഓണക്കിറ്റ് വിതരണം തുടങ്ങും. സബ്സിഡി വെളിച്ചെണ്ണ 1 കിലോ 349 രൂപയ്ക്ക് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 4 വരെയുള്ള 10 ദിവസക്കാലം ജില്ലാ കേന്ദ്രങ്ങളിലും നിയോജകമണ്ഡലം ആസ്ഥാനത്തും സപ്ലൈകോയുടെ മുൻകൈയിൽ ഓണച്ചന്തകൾ ആരംഭിക്കും. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, ഓണച്ചന്തയുടെ വിവരങ്ങൾ, ഒപ്പം തന്നെ വെളിച്ചെണ്ണ വിലയാണല്ലോ എല്ലാവരെയും അലട്ടുന്നത്. അതിൽ മന്ത്രി എന്താണ് പറയുന്നത്? തനിയാ വീണ്ടും ഒരു ഓണക്കാലം കൂടി വന്നിരിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള കാശൊക്കെ തീരുന്നൊരു സാഹചര്യം തന്നെ ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് പൊതുവിപണിയിലൊക്കെ വലിയ വിലയാണ്. അപ്പോൾ ഈ വിലക്കയറ്റമൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ നേരിടാൻ വേണ്ടിയിട്ട് സാധാരണക്കാരുടെ ആളുകൾക്ക് വിലക്കയറ്റം കൂടാതെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഇപ്പോൾ സപ്ലൈകോ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് മന്ത്രി GR അനിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 4 വരെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സപ്ലൈകോയുടെ ഓണച്ചന്തകൾ പ്രവർത്തിക്കും. അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന വണ്ടിയിലുള്ള ഓണച്ചന്തകൾ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ 6 ലക്ഷത്തോളം വരുന്ന മഞ്ഞക്കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ ആളുകൾക്കും ഓണക്കിറ്റ് വിതരണം ചെയ്യും. ഓണക്കിറ്റിൽ കഴിഞ്ഞ വർഷം കൊടുത്തപോലെ തന്നെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാകും. തുണിസഞ്ചിയിൽ 9 സാധനങ്ങൾ, സബ്സിഡി അടക്കമുള്ള സാധനങ്ങൾ ഈ ഓണക്കിറ്റിനകത്ത് ഉണ്ടാവും. സപ്ലൈകോ വഴി ഓണക്കിറ്റ് തയ്യാറാക്കി റേഷൻ കടകൾ വഴിയായിരിക്കും ഓണക്കിറ്റ് വിതരണം നടത്തുക. 6 ലക്ഷത്തോളം ആളുകൾക്കായിരിക്കും ഓണക്കിറ്റ് വിതരണം നൽകുക. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വലിയ വിലവർധനമാണ് ഇപ്പോൾ പൊതുവിപണിയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സപ്ലൈകോനെ ആശ്രയിക്കുന്നവർക്ക് അത് വലിയ വിലക്കയറ്റം കൂടാതെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് വെളിച്ചെണ്ണയുടെ വിലയാണ്. വെളിച്ചെണ്ണ സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് 1 കിലോ 349 രൂപയ്ക്ക് സബ്സിഡി വെളിച്ചെണ്ണ നൽകും. 1 ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ 179 രൂപയ്ക്കും ആയിരിക്കും നൽകുക. 419 രൂപ നിരക്കിൽ സബ്സിഡി ഇതര വെളിച്ചെണ്ണ 1 കിലോയ്ക്കും 219 രൂപയ്ക്ക് 1 കിലോ വെളിച്ചെണ്ണ സബ്സിഡി ഇതര നിരക്കിലും നൽകും. എന്തായാലും പൊതുവിപണിയിൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 530-550 രൂപയൊക്കെയാണ്. അത് ഓണമൊക്കെ അടുക്കുമ്പോഴേക്കും 600-ന് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ സപ്ലൈകോ ഇപ്പോഴേ വില നിശ്ചയിച്ചിരിക്കുകയാണ്. സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് 1 കിലോയ്ക്ക് 349, 1 കിലോയ്ക്ക് 179, സബ്സിഡി ഇതര വെളിച്ചെണ്ണയ്ക്ക് 1 കിലോ 419 രൂപയ്ക്കും 1 കിലോ 219 രൂപയ്ക്കും നൽകുന്ന രീതിയിലേക്കാണ് ക്രമീകരണം. അങ്ങനെ മറ്റ് ഉൽപ്പന്നങ്ങൾ, ശബരിയുടെ ഉൽപ്പന്നങ്ങളടക്കം വലിയ വിലക്കുറവിൽ സപ്ലൈകോയിലൂടെ ഓണക്കാലത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു ക്രമീകരണം കൂടി സപ്ലൈകോ ഔട്ട്ലെറ്റ് വഴി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ധനവകുപ്പിനോട് കൂടുതൽ തുക ഭക്ഷ്യവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 500 കോടിയെങ്കിലും ഓണക്കാലത്ത് വിപണി ഇടപെടലിനായിട്ട് സപ്ലൈകോയ്ക്ക് വേണം. അപ്പോൾ മുഖ്യമന്ത്രിയോടും ധനവകുപ്പിനോടും ആ തുക ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിൽ ഭക്ഷ്യമന്ത്രി GR അനിൽ ഉള്ളത്. ധന്യ.